സെഷൻ എടുക്കാൻ പോകുമ്പോൾ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊമെൻറ്റോസ് കിട്ടാറുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ലാസ്റ്റ് സെഷനിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ഗിഫ്റ്റ് ആയിരുന്നത്. ഈ ഗിഫ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഈ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നതിന് മുന്നായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ലാസ്റ്റ് സെഷൻ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഐ ലാബ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇതൊരു NGO കമ്മ്യൂണിറ്റിയാണ്. ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പക്ഷേ ബീച്ചിൽ പോകാറുണ്ടാവും അല്ലേ. ഈ ബീച്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ സൈഡിൽ ഒരുപാട് വീടുകൾ കാണാറുണ്ടാവും. ഈ വീടുകളൊക്കെ ഒരു പക്ഷേ നല്ല രീതിയിലുള്ള കടൽക്ഷോഭങ്ങൾ വരുന്ന സമയത്ത് ഒരു പക്ഷേ തകരുന്നുണ്ടാവും. ഒക്കെ പല രീതിയിലുള്ള ന്യൂസുകളൊക്കെ ഒരു പക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഈ വീടുകളിലെ കുട്ടികളെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവരുടെ എഡ്യൂക്കേഷൻ എന്താണ്, അവരുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, അവർക്ക് എത്രത്തോളം എഡ്യൂക്കേഷൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഡിജിറ്റൽ ലിറ്ററസി എത്രത്തോളം ആണെന്നൊക്കെ ഉള്ളത് ഈ ഒരു പ്രോബ്ലത്തിനുള്ള പരിഹാരമായിട്ടാണ് ഈ ഐ ലാബ് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി വന്നിട്ടുള്ളത്. ഞാൻ ഐ ലാബിനെ കുറിച്ച് കേൾക്കുന്നുള്ളത് എൻ്റെ വൺ ഓഫ് ദ കോർ ടീം മെമ്പർ ആയിട്ടുള്ള വാജി. അപ്പം വാജി ഓൾറെഡി ഐ ലാബുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് വാജി ത്രൂ ഞാൻ ഐ ലാബിനെ കുറിച്ച് ഇങ്ങനെ കേട്ടു. അതൊരു NGO ആണ്, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു. കുറേ കാര്യങ്ങൾ അവന് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ട് ചെയ്യുന്നത് ഞാൻ അങ്ങനെ കാണാറുണ്ട്. ആൻഡ് ഓൺ ദ ഗോയിങ് ജേർണിയിൽ ഞാൻ ലാസ്റ്റ് തിങ്കറബിൻ്റെ ഒരു പ്രോഗ്രാമിൽ പോയപ്പം ഇതിൻ്റെ മെയിൻ കോർഡിനേറ്റർ നസ്മിൻതാനെ കണ്ടു. ആൻഡ് അതേപോലെ തന്നെ ഇതിൽ വൺ ഓഫ് ദി കോർഡിനേറ്ററാണ് ഖദീജ. അവരെ ഞാൻ ഒരു 1 year ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്, സോഷ്യൽ മീഡിയ ത്രൂ പരിചയപ്പെട്ടായിരുന്നു. അപ്പം ലാസ്റ്റ് തന്നെ ഖദീജ കണക്ട് ചെയ്തു സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസിന് വരാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ കുറച്ച് ഡേറ്റ്സ് ഇതുള്ളതുകൊണ്ട് ഞാൻ എന്താക്കി അടുത്ത ലാസ്റ്റ് ഡേ ഞായറാഴ്ച പോയിട്ട് സെഷൻ എടുത്തു. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണെന്നൊക്കെ പറഞ്ഞ സമയത്ത് അവർക്ക് ഡിജിറ്റൽ ലിറ്ററസിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഭയങ്കര ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കാം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ സെഷൻ എടുക്കാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ സക്സസും ഞാൻ എൻ്റെ ഫെയിലിയേഴ്സും ഞാൻ വന്ന ജേണി കാര്യങ്ങളൊക്കെ ആയിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ സമയത്തൊക്കെ ഇവരുടെ ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന ഫേസിൽ എക്സ്പ്രഷൻസും അവർ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും കേട്ട സമയത്ത് ഒരു പക്ഷേ നമ്മുടെ നാടുകളിലുള്ള നമ്മുടെ സ്റ്റുഡൻസ് പോലും തിങ്ക് ചെയ്യാത്ത ലെവലിൽ ഈ സ്റ്റുഡൻസ് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. സോ അവരെ സംബന്ധിച്ചോളം അവർക്ക് മൊബൈൽ ഫോണില്ല, ലാപ്ടോപ്പ് ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ല, അതിനെക്കുറിച്ചൊന്നും വലിയ നോളജ് ഇല്ല. അതിന് A to Z കാര്യങ്ങൾ, ഈവൻ നമ്മളൊരു കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എങ്ങനെ തുറക്കണം എന്ന് മുതൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് എന്താക്കിയിട്ടുണ്ട് ഐ ലാബ് ഇത്ര പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഐ ലാബിൻ്റെ മെയിൻ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു NGO ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അതേപോലെ തന്നെ ഇവർ ഡിജിറ്റൽ ലിറ്ററസിയും അതേപോലെ തന്നെ അക്കാഡമിക്സിലും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറൗണ്ട് ഒരു 600ഓളം മെമ്പേഴ്സ് അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അതായത് വിദ്യാർത്ഥികളായിട്ടുള്ളവരുണ്ട് ആൻഡ് പാരൻസ് ഉണ്ട്, സ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ വരുന്നവരുണ്ട്. ആൻഡ് അവർക്ക് ഒരുപാട് സ്കില്ലുകൾ എക്സൽ പോലത്തെ അല്ലെങ്കിൽ പല സ്കില്ല്, ഡിസൈനിങ്, മാർക്കറ്റിംഗ് പലതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഫ്രീ ആയിട്ടാണ് എന്താക്കുന്നത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് തോന്നി. ഞാനിങ്ങനെ ക്ലാസ്സുകൾ എടുത്തു. അവരിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ സത്യത്തിൽ ഇങ്ങനെ ആലോചിച്ചു, നമ്മുടെയൊക്കെ നാടുകളിൽ ഒരു പക്ഷേ ഇതുപോലത്തെ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ഉണ്ടാവാം, പക്ഷേ ഭയങ്കര കുറവായിരിക്കാം. പക്ഷേ ഈ ബീച്ച് സൈഡിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഏരിയ മൊത്തം ഈ ഒരു ലെവലിലുള്ള വിദ്യാർത്ഥികളാണ്. ഇവരെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ വർക്ക് ചെയ്യാൻ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രേറ്റ് ഇനീഷ്യേറ്റീവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സത്യത്തിൽ ഞാൻ ആ സെഷൻ എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു ഭയങ്കര ഒരു ഉള്ളിൽ എന്താ പറയുക, നമ്മളൊരു ഹാപ്പിനെസ് കിട്ടിയെന്ന് പറയാറില്ലേ, നമ്മളൊരു ചെയ്ത കാര്യങ്ങൾക്ക് തൃപ്തി എന്നൊക്കെ വരുന്ന പോലെ ആയിരുന്നു എനിക്ക് ആ സെഷൻ കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടുണ്ടായത്. ഒരു പക്ഷേ നമ്മുടെ നാടുകളിലൊക്കെ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ പാവപ്പെട്ടവരുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ വെൽ സെറ്റിൽഡ് ആവാത്തവരുണ്ടാവും. ആൻഡ് അവരെ നമ്മൾ ഒരു പക്ഷേ സഹായിക്കുന്നുണ്ടാവും. ആ നാട്ടിലെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, അപ്പോൾ അല്ലെങ്കിൽ പൈസക്കാരുണ്ടാവും, അവർ സഹായിക്കും എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടാവാറുണ്ട്. ഒരു പക്ഷേ ആ ഒരു സൈഡിലേക്ക് പോകുന്ന സമയത്ത് ആർക്കും ഡിജിറ്റൽ ലിറ്ററസി കുറവായിരിക്കാം, വെൽ സെറ്റിൽ ആയിട്ടുള്ള ആളുകൾ കുറവായിരിക്കാം. ഇവരെടുത്തേക്കൊന്നും ഒരു പക്ഷേ ഇങ്ങനത്തെ ഡിജിറ്റൽ നോളജോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചോ മറ്റൊന്നും എത്തുന്നുണ്ടാവില്ല. പക്ഷേ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഐ ലാബിന് പറ്റിയിട്ടുണ്ട്. സോ മാക്സിമം കാര്യങ്ങൾ അവർ ഷെയർ ചെയ്ത് കൊടുത്തിട്ടും അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ വിത്തൗട്ട് സീറോ ഒരു പേയ്മെൻറ്റ് പോലും വാങ്ങാതെ അവർ ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്നത്. സോ അവിടുത്തെ ഓരോ കുട്ടികൾ AI നല്ല രീതിയിൽ വീഡിയോസൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട്, നല്ല വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്, മാർക്കറ്റിംഗ് ചെയ്യുന്നവരുണ്ട്, ക്രാഫ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് അങ്ങനെ ക്രാഫ്റ്റുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു കുട്ടികൾ അവരുടെ പാരൻസും അവരൊക്കെ ചെയ്തിട്ടുള്ള സാധനമാണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കോർപ്പറേറ്റ് ഗിഫ്റ്റിങ്ങിനൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളിയാക്കി പാക്കേജിംഗ് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സോ ഇതൊരു ക്യാൻഡിലാണ്. ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ബിയർ കുപ്പികളൊക്കെ കാണാറുണ്ടാവില്ല നമ്മൾ, ആ ബിയർ കുപ്പി കട്ട് ചെയ്തിട്ട് അതിൽ വാക്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള സാധനം. എനിക്കിതായിരുന്നു വലിയതായി തന്നിട്ടുണ്ടായിരുന്നു. ഇതിന് ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ട് ക്ലേ ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള കടലിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അവരുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപാര സ്കില്ലാണ്. ഒരു പക്ഷേ നമുക്കൊന്നും ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല ഇവരിലേക്ക്. ഞാനിങ്ങനെ സെഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ചിന്തകൾ എവിടേക്കോ എത്തിപ്പോയി. നമ്മൾ ഇത്രയും കാര്യങ്ങൾ 400 സെഷൻസ് എടുത്തിട്ടുണ്ട്, ഒരു പക്ഷേ ഇതുപോലത്തെ ഒരു സെഷൻ ഞാൻ ഇതുവരെ എടുത്തിട്ടുണ്ടാവില്ല. ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ്റെ 10 മടങ്ങായിരുന്നു ആ കുട്ടികളുടെ കപ്പാസിറ്റി എന്ന് പറയുന്നതും ആ കുട്ടികളിൽ നിന്ന് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് ആയാലും. അവർക്ക് ലിങ്ക്ഡിനിൽ ആക്റ്റീവാണ്. ഒരു പക്ഷേ നമ്മുടെ നാടുകളിൽ എത്ര കുട്ടികൾ ലിങ്ക്ഡിനിൽ ആക്റ്റീവ് ആയിരിക്കും?
6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ കുട്ടികളെല്ലാവരും ലിങ്ക്ഡിനിൽ ആക്റ്റീവാണ്. ഞാനിങ്ങനെ സെഷൻ കഴിഞ്ഞ് ഇങ്ങനെ ലിങ്ക്ഡിൻ ചെക്ക് ചെയ്ത സമയത്ത് ഓരോ കുട്ടികളിലും ലിങ്ക്ഡിനിൽ റിവ്യൂ ചെയ്ത് കഴിഞ്ഞ് അവർ സെഷനിൽ അറ്റൻഡ് ചെയ്തതിൻ്റെ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ സത്യത്തിൽ ഞാൻ ആലോചിച്ച് നോക്കി, ഇവരുടെയൊക്കെ ലിങ്ക്ഡിനിൽ ഉണ്ടാവും, മീൻസ് ലിങ്ക്ഡിനെ കുറിച്ചൊക്കെ പറയാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു, മീൻസ് അവർക്ക് അറിയലുണ്ടാവില്ല എന്ന് വെച്ചിട്ട്. പക്ഷേ സെഷൻ കഴിഞ്ഞ സമയത്ത് ഇവരൊക്കെ ലിങ്ക്ഡിനിൽ ആക്റ്റീവാണ്. സാറ് ലിങ്ക്ഡിനിലുണ്ടാവും, ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, സാറിനെ തിരിച്ച് ഫോളോ ചെയ്തില്ല എനിക്ക് പറഞ്ഞ് ഇങ്ങനെ മെസ്സേജുകളുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നിയൊരു സാധനമായിരുന്നു. ആൻഡ് അവരുടെ 3 ലെവൽ 1 ലെവൽ 2 ലെവൽ 3 എന്നൊക്കെ പറഞ്ഞ കുറേ പാക്കേജ്, മീൻസ് കുറേ ലെവൽസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു ഇന്നലെ സെഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്ക് ടു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ പ്രോഗ്രാംസുകൾ അവർ കണ്ടക്ട് ചെയ്തു. സത്യത്തിൽ നമുക്കൊക്കെ എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം. സത്യത്തിൽ ഞാനിങ്ങനെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് നോട്ടിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എനിക്ക് ചെയ്തു തരാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ 100% ചെയ്യാം എന്നുള്ളത്. ഞാൻ നോർമലി സെഷൻസും ചാർജ് ചെയ്യാറുണ്ട്, ഞാൻ ഇന്നലത്തെ ഒന്നും ചാർജ് ചെയ്തില്ല. അപ്പോൾ എനിക്ക് തോന്നി, മീൻസ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഒരു പക്ഷേ നമ്മളറിയാത്തവരുണ്ടാവാം. നമ്മളൊക്കെ കാണുന്നുള്ളത് നമ്മളുടെ നാടുകളിലുള്ള ഒരു പ്രദേശത്തായിരിക്കാം. ഒരു പക്ഷേ ബീച്ച് സൈഡൊക്കെ നമ്മൾ പോകുന്നുണ്ടാവുന്നല്ലാതെ ഈ ഒരു ലെവലിൽ ഒരിക്കലും നമ്മൾ എന്താക്കിയിട്ടുണ്ടാവില്ല, തിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല ആ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ആ മക്കളുടെ എഡ്യൂക്കേഷൻ എന്താണ്, അവരുടെ ഫ്യൂച്ചർ എന്താണ്, അവരെന്ത് ചെയ്യുന്നതെന്നുള്ള. അവരുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടി പോകും, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ മീൻ മീൻസ് ഫിഷിങ് ഇതിനൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവും. സോ അവിടുന്ന് മാറിയിട്ട് ബാക്ക് ടു ഒരു നമുക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ലെവലിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഐലാബിന് പറ്റുന്നുണ്ട്. ഞാൻ എൻ്റെ ലൈഫിലുണ്ടായിരുന്ന കുറേ സക്സസും ഫെയിലിയേഴ്സൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ അവരുടെ ഫേസിൽ എക്സ്പ്രഷൻസ് ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഞാൻ ഓരോ കാര്യങ്ങളും, ഞാൻ ഫ്ലൈറ്റ് കയറി, ഞാൻ കപ്പലിൽ കയറി എന്നൊക്കെ പറയുന്ന സമയത്ത് അവരെ സംബന്ധിച്ചോളം അതൊരു ഡ്രീമാണ്. ഒരു പക്ഷേ ഇതുവരെ അവരൊന്നും അതിൽ കയറിയിട്ട് പോലും ഉണ്ടാകാം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും നമ്മളൊക്കെ എത്രത്തോളം ഭാഗ്യവാന്മാരാണെന്നുള്ളത്. നമ്മളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചുറ്റിലുള്ളത് മാത്രമാണ്. ഒരു പക്ഷേ അവർ അതിൻ്റെ പുറത്തേക്ക് എത്തിയിട്ടുണ്ടാവില്ല ഇതുവരെ. അപ്പം ഞാനതിൽ എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു. ചെറിയ രീതിയിലെങ്കിലും ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുള്ളത്. അപ്പം അവരെ എടുത്തുണ്ടാകുന്ന മീൻസ് ആ ഒരു എക്സ്പ്രഷൻസും അവരുടെ ഫീഡ്ബാക്കും ആ സ്നേഹവും ഒക്കെ ഭയങ്കര എന്താ പറയുക, നമുക്കിങ്ങനെ ഉള്ളിലൊരു സന്തോഷം വരുത്തുന്നൊരു ഫീലിംഗ് ആണ്. ആൻഡ് ഐലാബിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആ ടീം അടിപൊളി ടീമാണ്. അടിപൊളി ടീം സ്റ്റുഡൻസ് ഒരുപാട് പേര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അതും ഒന്നും വലിയ രീതിയിലൊന്നും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. സോ ഒരു ബിഗ് കമ്മ്യൂണിറ്റിയാണ്. ഒരു പക്ഷേ ഇതുപോലത്തെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഇനി വരട്ടെ. ആൻഡ് അവർക്ക് അവിടെ ഒരു സ്പേസ് വരെ അവർ കൊടുത്തിട്ടുണ്ട്. 2 നില ബിൽഡിങ്ങിൻ്റെ മീൻസ് ഒരു 3 നില ബിൽഡിങ്ങിൻ്റെ 2 ഫ്ലോർ അവർ തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം വലിയ സ്പേസ് ആണ്. അവിടെ 10-30 ലാപ്ടോപ്പുകളുണ്ട്. അങ്ങനെ എല്ലാം കൊടുത്തിട്ട് അവരൊരു എംപവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. സോ ഇതുപോലത്തെ കമ്മ്യൂണിറ്റികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സോ ഇതുപോലത്തെ ഒരുപാട് ക്രാഫ്റ്റുകൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അവിടെ 10ഓളം വുമൺ ഓൺടർപ്രണേഴ്സിനെ അവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. നല്ല കോർപ്പറേറ്റ് ഗിഫ്റ്റുകളൊക്കെ ആക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പല സാധനങ്ങളും, നോട്ട്ബുക്കുകൾ, പല സാധനങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഒരു പക്ഷേ കോർപ്പറേറ്റുകൾക്കൊക്കെ എന്താക്കാം, ഗിഫ്റ്റ് ചെയ്യാൻ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. 16 ഹവേഴ്സ് വരെയൊക്കെ ഇത് കത്തിച്ച് വെക്കാനൊക്കെ പറ്റുന്ന പറഞ്ഞു. ഭയങ്കര അടിപൊളി സ്മെല്ലാണ്. ആൻഡ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവരുടേതായ ലോകത്ത് അവർ കുറേ സ്കില്ലുകൾക്ക് ചെയ്യുന്നുണ്ട്. സോ ഇവർക്കൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അറിയിക്കുക. അവരുടെയൊക്കെ സ്വപ്നം ഭയങ്കര സ്വപ്നമാണ്. സോ ആ സ്വപ്നത്തിൽ ചെറിയൊരു എന്തെങ്കിലും ഒരു താക്കോലാവാൻ വേണ്ടി നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മളൊരു ഇമ്പാക്റ്റ്ഫുൾ ആക്കിയ രീതിയിൽ എനിക്ക് തോന്നാം. ഞാൻ 400 സെഷൻ എടുത്തതിൽ എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ഒരു സെഷൻ ഭയങ്കര ഹാപ്പിനെസ് കിട്ടിയ സെഷൻ അതിലൊന്നായിരുന്നു ഇന്നത്തേത്. ഒരു മീൻസ് ചെയ്തതിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കാര്യം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നിയൊരു സെഷനായിരുന്നു ഇന്നത്തേത്. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ സെഷനുകളൊക്കെ വരുന്ന സമയത്ത് വിത്തൗട്ട് ഒന്നും വാങ്ങാതെ നമുക്ക് സെഷൻസ് എടുത്തെടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് അവിടെ പല കുട്ടികളും AI-ലൊക്കെ അടിപൊളിയാണ്, അവരൊക്കെ ഇൻറ്റേണായിട്ട് എടുക്കാനും എന്നുള്ള കുറേ പ്ലാൻസൊക്കെ നമ്മളും പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ആൻഡ് നിങ്ങൾക്ക് എന്താണ് ഇവർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പ്രോജക്റ്റുകൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിലൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കാം. ആൻഡ് ഇറ്റ്സ് മീ അൻസാർ, ഫൗണ്ടർ ആൻഡ് CEO, നോട്ട് AI. സൈനിങ് ഓഫ്.